കാൽനടയായി പോകുമ്പോൾ ജീവനെ പണയം വെച്ച് വേണം ഇതുവഴി നടന്നു പോകേണ്ടത്. ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ ഈ പരിസരവാസികളും ഞങ്ങളെല്ലാവരും കൂടെ ഈ പാലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്നത്. നെടുമങ്ങാട് അരുവിക്കര ജീവരാജ ചാണിച്ചൽ കടവ പാലത്തിന്റെ അപകടാവസ്ഥയും മാലിന്യ നിക്ഷേപവും പരിഹരിക്കാൻ ഇരുമ്പ് സുരക്ഷാ വല സ്ഥാപിക്കുന്നതിൽ ഇറിഗേഷൻ PWD വകുപ്പുകൾ പരസ്പരം പഴിചാരുന്നു. നദീതീര സംരക്ഷണവുമായി ബന്ധപ്പെട്ടതിനാൽ ഇറിഗേഷൻ വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നാണ് PWD പറയുന്നത്. നദികളും പാലങ്ങളും വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വാദമാണ് ഇത്. എന്നാൽ 1965 പട്ടം താണുപിള്ളയുടെ ഭരണകാലത്ത് അരുവിക്കരയിലെത്താൻ നിർമ്മിച്ച പാലമാണിതെന്നും സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ടത് PWD ആണെന്നുമാണ് ഇറിഗേഷൻ വകുപ്പ് ചീഫ് എഞ്ചിനീയർ തിരിച്ചടിക്കുന്നത്. തലസ്ഥാന നഗരവുമായി മലയോര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് ചാണിച്ചൽ കടവ് പാലം. 6 പതിറ്റാണ്ട് മുൻപ് പണിത കല്ല് നിർമ്മിത പാലത്തിന്റെ കൈവരി തറനിരപ്പിനൊപ്പം ഉയർന്ന നിലയിലാണ്. ശ്രദ്ധ പതിച്ചാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ നേരെ ആറ്റിലേക്ക് പതിക്കും. ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാൻ വീതിയുള്ള പാലത്തിൽ എതിരെ വരുന്ന വാഹനങ്ങൾ റോഡിൽ ഒതുക്കിയിടുകയാണ് ഇവിടെ പതിവ്. നെടുമങ്ങാട്, അരുവിക്കര, മൈലം, ചെറിയകൊണ്ണി, ഭഗവതിപുരം, വെള്ളനാട്, ആര്യനാട്, കാച്ചാണി, വട്ടിയൂർക്കാവ്, പേരൂർക്കട, കിഴക്കേക്കോട്ട, തമ്പാനൂർ ഭാഗങ്ങളിലേക്ക് കടന്നുപോകുന്ന KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. 4 പ്രധാന പാറക്കോറികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ക്വാറി മെറ്റീരിയൽ നിറച്ച ഹെവി ലോറികളും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ഇതുകൂടാതെ കുട്ടികളെ അങ്കണവാടി, LP സ്കൂൾ, മൈലം GV രാജ സ്പോർട്സ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുന്നവരും കാൽനടയായാണ് ഈ പാലം കടക്കുന്നത്. ജനങ്ങളെ കുത്തിനിറച്ച ബസ്സുകൾ കടന്നു പോകുന്നത് യാത്രക്കാരിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അറവുശാലകളിലെ മാലിന്യ നിക്ഷേപവും ഇവിടെ ഇപ്പോൾ വ്യാപക കാഴ്ചയാണ്. നേരത്തെ നെടുമങ്ങാട് വെള്ളനാട് റോഡിലെ കൂവക്കുടി പാലത്തിലും സമാന സ്ഥിതിയുണ്ടായിരുന്നു. അവിടെ സർക്കാർ സഹായത്തോടെ ഇരുമ്പ് സുരക്ഷാവല സ്ഥാപിച്ചതുപോലെ ചാണിച്ചൽ കടവ് പാലത്തിലും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ ബിജു ബാലകൃഷ്ണൻ, ഈ പാലത്തിന്റെ തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ ഈ പരിസരവാസികളും ഞങ്ങളെല്ലാവരും കൂടെ ഈ പാലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ആളാണ്. പക്ഷേ വന്ന അന്ന് മുതൽ ഈ പാലത്തിന്റെ അവസ്ഥ ഒരേ അവസ്ഥയിലാണ്. അന്ന് മുതൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ മേലധികാരികൾക്ക് മെമ്മോറണ്ടം കൊടുത്ത് തയ്യാറാക്കി പത്രവാർത്തകളൊക്കെ കൊടുത്തു. പക്ഷേ ഈ നിമിഷം വരെയും ഫലപ്രദമായ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഇത് പറയാൻ കാരണം, വളരെ ദയനീയം എന്ന് പറയാൻ കാരണം, ഒരു 3 വയസ്സുള്ള, തൊട്ടടുത്ത് തന്നെ അംഗൻവാടിയുണ്ട്. 3 വയസ്സുള്ള ഒരു കുട്ടി നടന്നു പോവുകയാണെങ്കിൽ പോലും ഏത് നിമിഷവും പാലത്തിന്റെ അടിയിലോട്ട് വീണ് ആറ്റിലേക്ക് മറിഞ്ഞു വീണ് മരണപ്പെടാനുള്ള ഒരു സാധ്യത. 3 വയസ്സുള്ള കൊച്ചാണെങ്കിൽ പോലും. അപ്പൊ പിന്നെ പ്രായമുള്ള ആൾക്കാരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പൊ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഈ പാലം ഇന്ന് നിലനിൽക്കുന്നത്. പാലത്തിന്റെ ഇരുവശത്തും കൈവരിക്ക് മുകളിൽ ഇരുമ്പ് വല സ്ഥാപിക്കണമെന്നും മാലിന്യ നിക്ഷേപം തടയാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ബഹുമാനപ്പെട്ട പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിർമ്മിച്ച പാലമാണ്. അതിനുശേഷം ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. ടാറിങ് വന്നിട്ട് എത്രയെങ്കിലും പ്രാവശ്യം ടാർ ചെയ്ത് ഹൈറ്റാക്കി ആയി. ഇപ്പൊ കൈവരി വന്നിട്ട് റോഡും കൈവരിയും തമ്മിൽ ഒരു 2.5 അടി ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്കൊന്നും നടന്നു പോകാൻ ഒക്കാത്ത അവസ്ഥയാണ്. പിന്നെ പോയിട്ട് ഇപ്പോൾ വേസ്റ്റ് അടിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കോഴി വേസ്റ്റോ അതുമെല്ലാം വണ്ടി കൊണ്ട് തള്ളുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്ക്. അപ്പോൾ അവിടെ നെറ്റടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏർപ്പാട് അധികൃതർ ചെയ്തേ പറ്റുള്ളൂ. 100 കണക്കിന് ആളുകൾ ചേർന്ന് ഒപ്പുശേഖരണം നടത്തി അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. ഉടൻ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ജനകീയ സമരസമിതി രൂപീകരിച്ച് വാഹനങ്ങൾ തടഞ്ഞ് റോഡ് ഉപരോധിക്കുമെന്ന് പൊതുപ്രവർത്തകൻ കൂടിയായ മൈലം സത്യാനന്ദൻ പറഞ്ഞു. ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിരവധി ഇവിടെ അങ്കണവാടികളിലും അതുപോലെ തന്നെ GV രാജ സ്കൂളുകളിൽ പോകേണ്ട കുഞ്ഞുങ്ങൾ കാൽനടയായും അല്ലാതെയും പോകുന്നുണ്ട്. കാൽനടയായി പോകുമ്പോൾ ജീവനെ പണയം വെച്ച് വേണം ഇതുവഴി നടന്നു പോകേണ്ടത്. അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്
ഈ പാലത്തിൽ ഒരു സംരക്ഷണ വലയം കെട്ടണം. കാര്യം ചെറിയ ഈ പാലമെന്ന് പറയുമ്പോൾ ഇടുങ്ങിയ പാലമാണ്. ഒരു വാഹനത്തിന് മാത്രമേ ഇതുവഴി പോകാൻ കഴിയുകയുള്ളൂ. അടുത്ത് ഒരു വാഹനം വരികയാണെങ്കിൽ അപ്പുറമോ ഇപ്പുറമോ നിർത്തി വേണം പോരേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു സംരക്ഷണ വലയം കെട്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടത്. വിസ്മയ ന്യൂസ്, നെടുമങ്ങാട്.